പ്രീ ഓക്യുപ്പൈഡ് ആയിപ്പോയി പറയാൻ പറ്റിയില്ല. ചില പാട്ടുകൾക്ക് എന്താ പറയേണ്ടത്, അദ്ദേഹം പറയും ഞാൻ ചെയ്തതല്ല ഗുരുവായൂരപ്പൻ തന്നതാന്ന് പറയും. പക്ഷേ ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ ഭാവനയിൽ നിന്ന് ഉദിക്കുന്ന ഓരോ സംഗീതം അതിനൊരു തെറാപ്യൂട്ടിക് ഒരു ഇതുണ്ടെന്ന് പറയുന്നത് പോലെ ഈ ഒരു ഗാനം ഇത് തുളസി തീർത്ഥം എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ തരംഗിണിയുടെ ആൽബത്തിൽ വന്നൊരു പാട്ടാണ്. ഈ ആൽബം എല്ലാം എല്ലാ പാട്ടുകളും വളരെ 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 സ്പെഷ്യൽ പാട്ടുകളാണ്. ഇനി എത്ര ഡിവോഷണൽ പാട്ടുകൾ വന്നാലും ഈ ഒരു ആൽബത്തിനെ മറികടക്കാനൊന്നും വരില്ല എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ തെറാപ്യൂട്ടിക് എന്ന് പറയാനുള്ള റീസൺ തന്നെ എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ടൊരു ഹാർട്ടിന് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ് കുറച്ച് മേബി ഒരാഴ്ചയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അമ്മയ്ക്ക് ഈ ഒരു ആൽബം ഞങ്ങൾ ഐപോഡിലിട്ട് കൊടുത്തിരുന്നു. ത്രൂ ഔട്ട് ഈ ഒരു ആൽബം കേട്ടുകൊണ്ടാണ് ഇരുന്നത്. പറഞ്ഞ മിസ്റ്റേക്കിൽ 2 ദിവസത്തിനുള്ളിൽ ആളെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അതാണ് ആ സംഗീതത്തിൻ്റെ പവർ. അപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു ആൽബം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഈ പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തന്നെ ഞാൻ പെർമിഷൻ എടുത്ത് ദാസേട്ടൻ പാടിയത് എനിക്ക് പാടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനൊരു വേർഷൻ പാടിയിട്ടുണ്ട്. അപ്പോൾ TSGക്ക് ഈ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രണാമം പറയുകയാണ്. ചുവണ്ടൂർ കൃഷ്ണൻകുട്ടി സാറിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വരികളാണ്. ഒരിക്കലും ഡിവോഷണൽ ഒരു മേഖല നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പാട്ടുണ്ടാവും എല്ലാവരുടെയും മനസ്സിൽ. താങ്ക് യു സോ മച്ച്.